ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ എണീറ്റതേ ഉള്ളൂ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ പ്രത്യേകത അണ്ണനും ഉണ്ട്. അതെ, ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ തുടങ്ങുകയാണ്. കണ്ട സമയം രാവിലെ ഇന്ന് ആദ്യമായിട്ടാണ് സൺഡേ ആയിട്ട് ഞങ്ങൾ ഇത്ര നേരത്തെ എഴുന്നേറ്റത് ഇല്ലേ? ഇല്ലെങ്കിൽ 8-9 അതിനപ്പുറത്തോട്ട് അതിലും നേരത്തെ എഴുന്നേക്കുന്നത്. ഇത് അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് 6 മണി. അപ്പം ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ അണ്ണനുമായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഫുള്ള് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇന്ന് കൊച്ചിനെ കിട്ടിയിരിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കൊച്ചിന് ജോലിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിനെ കിട്ടിക്കുക. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിലാണ് പോണേ. അപ്പം ഞങ്ങളിന്ന് റെഡി ആകുമ്പോഴാണ് ഫസ്റ്റ് തന്നെ അതൊക്കെ കാണിക്കാം കേട്ടോ. റെഡി ആയി. അപ്പം ഇന്ന് ഫുൾ ഡേ അല്ലേ? ഫുൾ ഡേ ഞങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ റെഡി ആയിട്ട് വരട്ടെ. പല്ല് തേക്കണം, കുളിക്കണം, ഒരുങ്ങണം. സെറ്റും മുണ്ടുമാണ് എടുക്കുന്നത്. സോ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം തേച്ച് വെച്ചു. പിന്നെ അണ്ണനും മുണ്ട് ഷർട്ടൊക്കെ തേച്ച് വെച്ചേക്കാണ്. നല്ല രാത്രിയാണ്. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ സെറ്റും മുണ്ടൊക്കെ കൊടുക്കാനാണ് ഇഷ്ടം. ചുരിദാറൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ മടി, പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഉടുക്കുമ്പോൾ ശരിയാവില്ല. ആ ഒരു കാരണത്തിൽ ഞാൻ സെറ്റും മുണ്ട് ഒഴിവാക്കിയിട്ടാണ് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റ്. നമ്മളാകെ അവിടെ അല്ലേ പോകുന്നുള്ളൂ, അതൊക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഒരുങ്ങട്ടെ, പല്ലൊക്കെ തേക്കിട്ട് കുളിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അമ്മ കളിയാക്കുവാണ്. രാവിലെ മസിൽ കയറി കാലിൽ. അതാ വർഷങ്ങൾക്ക് ശേഷം 6 മണി കണ്ടത് ഞാൻ കളിയാക്കി പറഞ്ഞത്. കാലി മസിൽ കയറി എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം ബെഡൊക്കെ വൃത്തിയാക്കുന്നത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ചില ദിവസം അണ്ണനിങ്ങനെ മടക്കിയിടുന്ന കാണാം, ചില ദിവസം ഞാൻ മടക്കിയിടും. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ എനിക്ക് റൂം വൃത്തിയാക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. കയറി വരുമ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ എനിക്കതാണ് സന്തോഷം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചിലപ്പോൾ ഒരുങ്ങി കഴിയുമ്പോൾ അത് ചെയ്യാൻ സമയം കാണത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പം നമ്മുടെ ബെഡ് ഫുള്ള് വൃത്തിയാക്കി, റൂമൊന്ന് വൃത്തിയാക്കി കേട്ടോ. പല്ല് തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരാൾ കഥക് തുറക്കാൻ. തണുക്കുന്നുണ്ടല്ലേ? രാവിലെ നേരം വിളിക്കുമല്ലോ ഈശ്വര. രാവിലെ തന്നെ നേരം വിളിക്കുമല്ലോ ഈശ്വര. വരും, നമുക്ക് പല്ല് തേക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പല്ല് തേക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് നിന്നാണ് പല്ല് തേക്കുന്നത്. അണ്ണന് പോകേണ്ട ദിവസം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇതുപോലെ അന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു കേട്ടോ. ആ വീട്ടിൽ അപ്പം ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ ഇറങ്ങിയെന്ന് എനിക്ക് ഓർമ്മ. അമ്പലത്തിൽ പോകുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ നേരത്തെ എഴുന്നേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പുറത്തുള്ള സ്ഥലമൊക്കെ കേട്ടോ. അന്നെന്തേ പല്ല് തേക്കാനായിട്ട് പോവാണ്. പല്ല് തേച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം വെളുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ചായ കുടിക്കാറില്ല രാവിലെ. ഇപ്പം അണ്ണന് ഞാൻ വിചാരിച്ചു അണ്ണന് ചായ കൊടുക്കാം. അണ്ണന് ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും എനിക്ക് പോയി കുളിക്കാമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ അണ്ണന് ഇതാ ചായ കൊണ്ട് കൊടുത്തട്ടോ. പിന്നെ അമ്മ ഇതാ രാവിലെ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനെന്നാൽ പോയി കുളിച്ചിട്ട് വരാം. അണ്ണനാണെങ്കിൽ ചായ കുടിക്കുക, പയ്യെ ചായയൊക്കെ കുടിക്കട്ടെ. ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. സാരി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. ഓക്കെ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് കൊട്ടാരക്കരയ്ക്ക് വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇത്രയും രാവിലെ ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ സാധാരണ നമ്മൾ ഇവിടെ പുറത്തൊക്കെ സൺഡേ പുറത്ത് പോകുമ്പം കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് പോകുന്നത്. ഇന്ന് വെച്ചാൽ രാവിലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മഞ്ഞും അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ആ ഒരു ഇതും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയ വഴിയെല്ലാം വീഡിയോ എടുക്കാമെന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുന്നു. അണ്ണനാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്റ്റ് മേടിക്കാൻ വേണ്ടി ഇതേ ക്യൂലോട്ട് കയറിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്.
ഇല്ലെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കുളത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റും. നേരത്തെ ഞങ്ങൾ പോകുമ്പോൾ കുളത്തിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, പൂട്ടിയിട്ടേക്കായിരുന്നു. ഇപ്പോൾ കുളത്തിലൊക്കെ ഇറങ്ങാം കേട്ടോ, തുറന്നിട്ടേക്കാം. വൃശ്ചിക മാസമൊക്കെ ആയതുകൊണ്ടായിരിക്കും, അയ്യപ്പന്മാരൊക്കെ വരുന്നതല്ലേ, അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുളത്തിലൊക്കെ ഇറങ്ങി. അണ്ണനാണെങ്കിൽ കുളത്തിൽ ഇറങ്ങിയിട്ട് ഫുള്ള് മീൻ കേട്ടോ, ഒരുപാട് മീനുണ്ടായിരുന്നു. മീനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുളത്തിൽ നിന്ന് കയറി നമുക്ക് തൊഴാനായിട്ട് കയറാം കേട്ടോ. രാവിലെ അമ്പലത്തിൽ വരുന്ന ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ അമ്പലത്തിലൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ കുളം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൺഡേ ആയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ച് അന്ന് നമ്മൾ വന്നപ്പോൾ ഉണ്ണിയപ്പം ഇല്ലായിരുന്നല്ലേ, ഉണ്ണിയപ്പം ഇല്ലാണ്ട് ഞങ്ങൾ വിഷം കൊട്ടാരക്കര. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വരുമ്പോഴെല്ലാം വാങ്ങാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഉണ്ണിയപ്പം കിട്ടിയില്ല. അന്ന് ഉദയാസ്തമന പൂജയായിട്ട് ഞാൻ വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഉണ്ണിയപ്പം കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പം എന്തായാലും ഉണ്ണിയപ്പം ഉണ്ട്. സൺഡേയും കൂടെ അല്ലേ, അപ്പം എന്തായാലും കാണും, ആൾക്കാർ ഒരുപാട് പേര് വരുന്നതല്ലേ. അണ്ണനും ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയും അമ്മയ്ക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾക്ക് കൂടെ വാങ്ങിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മസാല ദോശയാണ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ വന്ന് മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട്. മസാല ദോശ നമുക്ക് മസാല ദോശ കഴിക്കാം. മസാല ദോശ കഴിക്കണം. ഇതാണ് പ്ലേറ്റിലൊക്കെ ഇട്ടാ കഴിക്കും. നോക്കൂ കഴിച്ചോ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ രാവിലത്തെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 10:30 ആയി കേട്ടോ. അത്രയും ടൈം എടുത്തു. അപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഉള്ളി അരിയാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉള്ളി അരിയണമായിരുന്നു. കുറച്ചല്ല, ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു. സാധാരണ സൺഡേ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കേട്ടോ. എല്ലാ സൺഡേയും ഒന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇന്ന് ചിക്കനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളി അരിയൽ പരിപാടിയിലാണ് ഞാൻ കേട്ടോ. ഞങ്ങളുടെ ഉള്ളി അരിയുന്ന ബംഗാളി ഇന്ന് ലീവാട്ടോ. ഉള്ളി അരിയുന്ന ബംഗാളിക്ക് ഇന്ന് കടയിൽ പോകണത്, അതുകൊണ്ട് ഇന്ന് ലീവ് ആവുള്ള. അതുകൊണ്ട് ഞാൻ ഉള്ളി അരിയുന്ന കേട്ടോ. ഉള്ളി അരിയുന്ന ബംഗാളിക്ക് എന്തെങ്കിലും പറയണ്ടോ? ശമ്പളം കിട്ടിയില്ല, പൈസ തന്നില്ല. അണ്ണനാണ് സാധാരണ എപ്പോഴും ഉള്ളി അരിയാറ്. അണ്ണന് ഭയങ്കര ഇഷ്ടം ഉള്ളി അരിയുന്നത്. ഇന്ന് അണ്ണന് കടയിലൊക്കെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അരിയാന്ന്. ഞങ്ങൾ ചൂണ്ടയിടാൻ പോകണം. ഞങ്ങൾ സൺഡേ ഇന്ന് ചൂണ്ടയിടാൻ പോകും, എല്ലാ സൺഡേയും. അപ്പം ഞങ്ങൾ ചൂണ്ടയിടാൻ ഇന്ന് കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. കാരണം വൈകിട്ട് ചെടി ഒക്കെ നടണം. ചൂണ്ടക്കാരാ പറയുന്നത് കേട്ടോ, ചെടിയൊക്കെ നടണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിൽക്കുന്നതാ. ഓക്കെ, ഞങ്ങൾ ചൂണ്ടയിടാൻ പോകും. അപ്പോൾ ചൂണ്ടയിടാൻ വിശേഷം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചൂണ്ടയിടാൻ പോവാണ്. ഞങ്ങൾ എല്ലാ സൺഡേയും ഒന്നെങ്കിൽ ചൂണ്ടയിടാൻ പോവാം, അല്ലെങ്കിൽ വേറെ പുറത്തൊക്കെ പോവാം. അണ്ണനാണെങ്കിൽ സൺഡേ വീട്ടിലിരിക്കുന്ന കാര്യം ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളിതാ ചൂണ്ടയിടാനായിട്ടുള്ള സ്പോട്ടിൽ വന്നു. ഇത് ശക്തികുളങ്ങര കേട്ടോ, കൊല്ലം ശക്തികുളങ്ങര. ഇവിടുത്തെ മീൻ പിടിക്കുന്നത് കൊഞ്ചൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അന്നെന്തേ കൊഞ്ചൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച്, ഇത് ഫ്രീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ലൂസാക്കി അങ്ങനെ നമ്മൾ കൊഞ്ചിട്ടാണ് ഇന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിടുന്നത് കേട്ടോ. എപ്പോഴും ബോട്ട് വരുന്ന സ്ഥലമാണ്. ബോട്ടും വെള്ളമൊക്കെ കടത്തൊക്കെ ഉള്ളതാട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിടുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് ഭയങ്കര ഷോക്കായിപ്പോയി. ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഇന്ന് വെള്ളം ഇറക്ക ടൈമാണ്. അപ്പം ഈ ടൈമിൽ നമുക്ക് മീനൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ അധിക നേരം തന്നെ ഇന്ന് നിന്നില്ല. എനിക്ക് വ്ളോഗൊക്കെ എടുക്കണോ, ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര വിശപ്പായി. നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ കറി, രാവിലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോരുണ്ട്, പിന്നെ ചീനിയും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കാം. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. അണ്ണനാണെങ്കിൽ പകുതിയും കഴിച്ച് കഴിഞ്ഞ്. ഞാനെന്താ താമസിച്ചെന്ന് അറിയാം, ഞാൻ ചിക്കൻ കറി, എനിക്ക് ചിക്കൻ കറി വേണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ കറിയിൽ നിന്ന് എടുത്തിട്ട് വറുത്ത്, അതാണ് ഞാൻ താമസിച്ചത്. അതവിടെ ഇരിക്കുന്നത്. എനിക്ക് വറുത്തത് കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് വറുത്ത് കേട്ടോ. അതാണ് ഞാൻ താമസിച്ചത് കഴിക്കാൻ വരെ. പകുതിയല്ല കഴിഞ്ഞ് ഞാൻ തുടങ്ങാൻ പോകുന്നു. അറ്റാക്ക്
ചിക്കൻ കറിയിലെടുത്ത് വറുത്തതാണ് ഇന്നത്തെ കറി. ചിക്കൻ കറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയിൽ നിന്ന് ഞാൻ എടുത്ത് വറുത്തതാണ്. ഇത് മോരല്ല കേട്ടോ, മുരിങ്ങയിലക്കറിയാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ മോരാന്നതാ ഞാൻ നേരത്തെ മോരെന്ന് പറഞ്ഞ്. മുരിങ്ങയിലക്കറി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലക്കറി. പിന്നെ ചിക്കൻ വറുത്തത്. ഞാൻ ചിക്കൻ കറി എടുത്തില്ല കേട്ടോ. അപ്പം ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശന്ന് കേട്ടോ. അത്രയും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അത്രയും വിശന്നിട്ടുണ്ടായിരുന്നു. അതാ ചോറ് നല്ല ഇതായിട്ട് കഴിക്കുന്ന കേട്ടോ. അങ്ങനെ ഈ ചോറൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയി. അങ്ങനെ ഇതേ അണ്ണൻ വന്നെന്നെ വിളിച്ചു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുതന്നു കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ നടാനുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എഴുന്നേറ്റത്. കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ഇനി ചെടിയൊക്കെ നടാം നമുക്ക് കേട്ടോ. ഞാൻ അണ്ണോട് ചെടി നടാന്ന് പറഞ്ഞാൽ, ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരുപാട് ചെടിയൊന്നുമില്ല. എൻ്റെ ഒരു ചെടിച്ചട്ടിക്കകത്ത് ഞാൻ കുറച്ച് ജമന്തി പൂവിൻ്റെ വിത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു, ജമന്തി ചെടിയുടെ. അപ്പോൾ അതെല്ലാം കൂടെ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ കൂടി നിന്ന് കിളിച്ച് വരുമ്പോൾ അറിയാമല്ലോ, വിത്ത് കിളിച്ച് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ അതൊന്ന് മണ്ണിലോട്ട് മാറ്റി നടണം. ജമന്തിയൊക്കെ മണ്ണിൽ നടന്നതാണല്ലോ, അല്ലെങ്കിൽ അത് ഇച്ചിരി വലുതാവുന്നില്ല. അപ്പോൾ പൂ പിടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് നടാമെന്ന് വിചാരിച്ചു. ജമന്തി എല്ലാം കൂടെ നിന്ന് കൂടി നിന്ന് എല്ലാം കൂടെ ചെടി നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ജമന്തി എല്ലാം നടാം. അണ്ണനാണെങ്കിൽ അവിടുത്തെ മണ്ണെല്ലാം കിളച്ച് ഇതാക്കി ഇളക്കിയിട്ട് തന്നെ കേട്ടോ. അതേ നമ്മൾ ജമന്തി നട്ടേക്കാം. ഇപ്പോൾ വലിയ രസമൊന്നുമില്ല കാണാൻ, പക്ഷേ ഇത് കിളിച്ച് ഇച്ചിരി നല്ലതായി കഴിഞ്ഞ് പൂവൊക്കെ ഏത് കളറാണെന്ന് എനിക്കറിയണം. ഞാൻ ഓണത്തിന് കൊണ്ടിട്ടതാണ് കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കുറച്ച് ശബരിമലയിൽ ഇനിയിപ്പോൾ അതിൻ്റെ സീസണാണല്ലോ, പ്രസാദം കൊണ്ട് തന്നു കേട്ടോ. പൊരിയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരി. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കാപ്പിയും കുടിച്ചു കേട്ടോ. പിന്നെ അതേ സന്ധ്യയായപ്പം അമ്മ വിളക്കെത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് കടയിലോട്ടൊക്കെ പോയായിരുന്നു കേട്ടോ. പുറത്ത് പോയിട്ട് വന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. പുറത്ത് പോയിട്ട് വന്ന് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അണ്ണൻ പറഞ്ഞ് ഇന്ന് ഞാൻ ചപ്പാത്തി ചൂടാന്ന് പറഞ്ഞ് തന്നെത്താനെ കയറി ചപ്പാത്തി ചൂടുകയാണ്. ഓഹോ, ഷെഫ് ഇച്ചിരി ഇതാന്ന് തോന്നിട്ടാ. ശരിക്കും ഞങ്ങൾ രാത്രി ചോറുണ്ണാന്നാണ് ഇന്ന് വിചാരിച്ചത്. പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് വിചാരിച്ചു ചപ്പാത്തിയും ചിക്കനും, എനിക്കാണ് കൂടുതലും കഴിക്കാൻ തോന്നിയത്, ചപ്പാത്തിയും ചിക്കനും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചപ്പാത്തി വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അമ്മ കഴിക്കുന്നു, ഞങ്ങളും കഴിക്കുന്നു കേട്ടോ. ഇനി ഇങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് കഴിക്കും, പിന്നെ കിടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.